പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ക്ലാസ് മുറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഭാഗമാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ 324 വകുപ്പ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെന്ന് നിർദ്ദേശിക്കുന്നു. ഭരണഘടന നിർദ്ദേശിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെന്ന്. അത് പ്രകാരം ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ആ പ്രവർത്തികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോയിന്റുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മണ്ഡലങ്ങളുടെ രൂപീകരണം അഥവാ ഭൂമിശാസ്ത്രപരമായി ഒരു പ്രത്യേക ഏരിയകൾ നിർണയിക്കപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താറുള്ളത്. അതിനെ മണ്ഡലങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദി ലിമിറ്റേഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം, മണ്ഡലങ്ങളുടെ രൂപീകരണം അതിർത്തി കമ്മീഷനാണ് നടത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നത് മണ്ഡലങ്ങളുടെ രൂപീകരണ പ്രക്രിയയിലൂടെയുമാണ്. ഇപ്പോൾ പഞ്ചായത്തുകളിലേക്കാണെങ്കിൽ ഓരോ വാർഡുകൾ രൂപീകരിക്കുക. അതുപോലെ തന്നെ നിയമസഭയിലേക്കാണെങ്കിൽ അസംബ്ലി മണ്ഡലങ്ങൾ ഉണ്ടാക്കുക. ലോകസഭയിലേക്കാണെങ്കിൽ ലോകസഭയ്ക്ക് ആവശ്യമായ ഒരു മണ്ഡലം ഉണ്ടാക്കുക. അങ്ങനെ ഒരു വലിയ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനസാന്ദ്രതയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനനുസരിച്ചാണ് രാജ്യത്ത് ഏകാംഗ മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. ഈ മണ്ഡലങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അംഗമായിട്ടുള്ള ഒരു 3 അംഗ പരിധി നിർണയ കമ്മീഷൻ ഉണ്ടായിരിക്കും. പരിധി നിർണയം എന്ന് പറഞ്ഞാൽ അതാണ് അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ പരിധി നിർണയ കമ്മീഷന് ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷം പ്രസിഡന്റ് നിയമിക്കുകയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയൊക്കെ കണക്കെടുക്കും. അവിടെ എത്രമാത്രം ആളുകൾ ഏതെല്ലാം ഭാഗത്ത് ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 വോട്ടർമാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഒരു വാർഡ് എന്നാണ് കണക്ക് പ്രകാരമുള്ളത്. പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും വാർഡ് വിഭജനം നടക്കാത്തത് കൊണ്ട് 1300 1400 ഒക്കെ വോട്ടർമാർ പല വാർഡുകളിലുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ കണക്ക് 1000 ആളുകൾ ഉണ്ടായാൽ ഒരു വാർഡ് എന്നാണ്. ഇതുപോലെ തന്നെ അത് 10,000 1,00,000 വോട്ടർമാരായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തലത്തേക്ക് മാറ്റുകയാണ്. 1,00,000 വോട്ടർമാർ നിയമസഭയിലേക്കും ഏതാണ്ട് അതിലേറെ വോട്ടർമാർ ലോകസഭയിലേക്കുമൊക്കെ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര വോട്ടർമാർ അല്ലെങ്കിൽ എത്ര ആളുകൾ, അതിനനുസരിച്ചാണ് ആ ഭൂപരിധി നിർണയിക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള പരിധി പുനർനിർണയ കമ്മീഷൻ, ആ കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടാവും ഓർത്ത് വെച്ചോ. ഒന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അംഗങ്ങളാണ്. അങ്ങനെ അദ്ദേഹം ഉൾപ്പെട്ട 3 അംഗ കമ്മിറ്റിയാണ്. അതിൽ ആരൊക്കെ പിന്നെ ഉണ്ടാവുക, സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ന്യായാധിപന്മാരായിരിക്കും മറ്റ് 2 അംഗങ്ങൾ. 3 ആളുകളാണ് ഉണ്ടാവുക. അതിൽ സുപ്രീം കോടതിയിൽ നിന്നും മറ്റുമൊക്കെ വിരമിച്ചിട്ടുള്ള 2 ആളുകൾ. സാധാരണയായി ജനസംഖ്യാ തുലനം ചെയ്യുന്ന തരത്തിലായിരിക്കും ഓരോ മണ്ഡലങ്ങളും അതിർത്തി നിർണയം നടത്തുന്നത്. ഏതാണ്ട് ജനസംഖ്യ ഏറെക്കുറെ ഒരു കൃത്യത ഉണ്ടായിരിക്കും ഓരോ മണ്ഡലങ്ങളും ഉണ്ടാക്കുന്നതിന്.
മാത്രമല്ല കോടതിക്ക് പോലും ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിർത്തി നിർണയ കമ്മീഷൻ അല്ലെങ്കിൽ പരിധി പുനർനിർണയ കമ്മീഷൻ ഒരു മണ്ഡലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കോടതി പോലും എന്ത് ചെയ്യില്ല, ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവൃത്തികൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് മണ്ഡലങ്ങളുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ലോകസഭയിലേക്കുള്ള സീറ്റുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം, വയനാട് പാർലമെൻറ്റ് മണ്ഡലം ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അടുത്ത 2 മണ്ഡലങ്ങളാണ്. ഈ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭൂപരിധി നിർണ്ണയിച്ചിട്ടുള്ളത് ആരാണ്? ഈ പറയപ്പെടുന്ന പരിധി പുനർനിർണയ കമ്മീഷനാണ്. അത് ഇത്ര ജനസംഖ്യയിൽ ഇത്ര ആളുകൾക്കനുസരിച്ച് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, ഏതാണ്ട് ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് ആളുകളാണ് ഒരു എന്താ പറയുക ലോകസഭയിൽ ഉണ്ടായിരിക്കുക. ഏതാണ്ടാണ് പറഞ്ഞത്, അത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക തയ്യാറാക്കൽ. വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ്. ഞാൻ ഈ വീഡിയോ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ 18 വയസ്സ് തികഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് വോട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ട്. അതൊരു പൗരൻ എന്ന നിലയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാണ്. വോട്ടർ പട്ടികയിൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന പ്രമാണം എന്നറിയപ്പെടുന്നതും വോട്ടർ പട്ടികയാണ്. അതിൻ്റെ പരിഷ്കരണം, അത് പുതുക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടുത്ത ഘട്ടം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം വോട്ടർ പട്ടിക ഉണ്ടാവും. സാധാരണയായി 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ആണ് വോട്ടർ പട്ടിക പുതുക്കി തയ്യാറാക്കൽ. മിക്കവാറും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അടുത്ത മാർച്ച് ഏപ്രിൽ മാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. ഇനി ഒരു തവണ കൂടി വരും ഇലക്ഷന് മുന്നോടിയായി. പിന്നീട് ആ വോട്ടർ പട്ടിക പുതുക്കൽ അടുത്ത ഇലക്ഷനാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് പുതുക്കും. ഇങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പണി ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി ഇതിൽ രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കലും ചിഹ്നങ്ങൾ നൽകലും അത് ആരുടെ ഡ്യൂട്ടിയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ്. റീകോഗ്നൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സിംബൽസ്, ചിഹ്നം കൊടുക്കുക, പാർട്ടികളെ അനുവദിക്കുക, അംഗീകാരം കൊടുക്കുക. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ദേശീയ പ്രാദേശിക പാർട്ടികളുടെയും മറ്റു രാഷ്ട്രീയ സംഘടനകളുടെയും അംഗീകാരവും ഔദ്യോഗിക രേഖപ്പെടുത്തലും നടത്തുക എന്ന ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. സാധാരണ പ്രാദേശിക ദേശീയ പാർട്ടികളുടെ അംഗീകാരത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണ്. അതിനായി പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ച് ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൽ അംഗീകൃത പാർട്ടികൾക്ക് അവർക്ക് ആവശ്യപ്പെടുന്ന ചിഹ്നം നൽകുകയും മറ്റു പാർട്ടികൾ കമ്മീഷൻ വിവേചന അധികാരത്തിൽ അധിഷ്ഠിതമായി ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതായത് ചില അംഗീകാരമുള്ള പാർട്ടികൾക്ക് ഓൾറെഡി ഒരു ചിഹ്നം എന്ത് ചെയ്യും, അനുവദിച്ചു കൊടുക്കും. ഇത് നിങ്ങളുടെ ചിഹ്നമാണെന്ന് പറഞ്ഞിട്ട് അനുവദിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഓരോ രാഷ്ട്രീയ സംഘടനകൾക്കും ഓരോ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ ചിഹ്നങ്ങൾ പാർട്ടി ഓൾറെഡി അനുവദിച്ചു കൊടുത്ത ചിഹ്നങ്ങളാണ്. പ്രാദേശിക പാർട്ടിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ചിഹ്നം കിട്ടും, ദേശീയ പാർട്ടിയായി അംഗീകരിച്ചു കഴിഞ്ഞാലും ചിഹ്നം കിട്ടും. ഈ പ്രാദേശിക പാർട്ടിയിലും ദേശീയ പാർട്ടിയിലും ഉൾപ്പെടാതെ പോയ ചില പാർട്ടികളുണ്ടായിരിക്കും.
നമ്മുടെ നാട്ടിലുള്ള കഴിഞ്ഞ ത്രിതല പഞ്ചായത്തുകളിലൊക്കെ മത്സരിക്കുന്ന ഒട്ടുമിക്ക ചെറു പാർട്ടികൾക്കും പ്രാദേശിക പാർട്ടി എന്നുള്ള അംഗീകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചിഹ്നങ്ങൾ സ്വതന്ത്ര ചിഹ്നമായിട്ട് ഓരോ സ്ഥലത്തും ഓരോ ചിഹ്നങ്ങളായിട്ടാണ് വരിക. അവർക്ക് ഈ ചിഹ്നം അനുവദിച്ചു കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിവേചനാധികാരമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ചിഹ്നങ്ങൾ എന്ത് ചെയ്യും, പിന്നെ അവരാവശ്യപ്പെടുമ്പോൾ അതിലൊരുപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് ചിഹ്നങ്ങളുടെ ഒരു പട്ടിക തന്നെ പോലെ കയ്യിലുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും ഏറെക്കുറെ എല്ലാ സാധനവും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിമ്പിളായിട്ട് കിട്ടുന്ന അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ ചെറു പാർട്ടികൾക്കും അവകാശമുണ്ട്. ഇങ്ങനെ ചിഹ്നങ്ങൾ അനുവദിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചത്, ഒന്ന് മണ്ഡലം രൂപീകരിക്കുക, 2 വോട്ടർ പട്ടിക തയ്യാറാക്കുക, 3 രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുക. ഈ പോയിന്റുകളാണ്. ഇനി ബാക്കി പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ട്. അതുവരെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.